ഹലോ ഗൈസ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏകദേശം 8 മാസത്തിന് ശേഷം വീണ്ടും ഒരു SMC റിലേറ്റഡ് ആയിട്ട് വീഡിയോ ആണ് ചെയ്തേക്കുന്നത്. ഈ വീഡിയോ ചെയ്യുമ്പം എനിക്കറിയാം നമ്മുടെ കമ്മ്യൂണിറ്റി ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ഏകദേശം 250 പേരുണ്ട്. അതിൽ ഏകദേശം 50% കൂടുതൽ ആൾക്കാരും ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കും. കാരണം ഞാനത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഞാൻ 8 മാസം മുൻപ് വീഡിയോ ചെയ്യുമ്പം ഈ സ്മാർട്ട് മണിയുടെ ഇത് കണ്ടിട്ട് കുറച്ച് പേര് ടെലിഗ്രാമിനകത്ത് വന്ന് ചേർത്തിരുന്നു. അതല്ലാണ്ട് ഞാൻ കംപ്ലീറ്റ്ലി പ്രോപ്പറായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിന് മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ട്. ഞാൻ വീഡിയോ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ചെറിയൊരു കഥാപ്രസംഗം നടത്താം. അതിന് മുൻപ് എന്താ വെച്ചാൽ പറയാൻ കാരണം, ആ ഒരു വീഡിയോ ആദ്യം ഈ സ്മാർട്ട് മണിയുടെ ട്രേഡിങ്ങിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ മുൻപ് ചെയ്തിട്ട് 8 മാസത്തിന് ശേഷം അധികം വീഡിയോ ചെയ്യാഞ്ഞിട്ടും എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ഓരോ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു, ജോയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. സോ അവർക്കൊക്കെ ഉണ്ടായിരുന്ന മേജർ ഡൗട്ട് എന്ന് പറയുന്നത് ട്രേഡിംഗ് റിലേറ്റഡ് ആയിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാം നമ്മുടെ SMCയുടെയും പ്രൈസ് ആക്ഷൻ്റെ ഒക്കെ വീഡിയോ കണ്ടിട്ട് ജോയിൻ ചെയ്ത ആൾക്കാരാണ്. സോ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടെന്ന് അറിയാം. ഇനിയിപ്പം എന്തുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റാഞ്ഞെന്ന് വെച്ചാൽ ലാസ്റ്റ് 8 മാസം മുൻപ് വരെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസം 3-4 വീഡിയോസ് ഒക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് കഴിഞ്ഞ ഒരു 8 മാസം മുൻപ് ലാസ്റ്റ് ഇപ്പോൾ 8 മാസമായിട്ട് ഞാൻ വേറൊരു കമ്പനിയിൽ കയറിയതുകൊണ്ട് വർക്ക് റിലേറ്റഡ് ആയിട്ട് ഭയങ്കര ബിസി ആയി പോയി. പിന്നെ പേഴ്സണൽ ലൈഫിൽ കുറച്ച് തിരക്കുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും എനിക്ക് ചെയ്യാൻ പറ്റാഞ്ഞതാണ്. ആ സമയത്തൊക്കെ ഞാൻ ഈ കോഴ്സ് കഴിഞ്ഞ് അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരായിരുന്നു. പിന്നെ ഇപ്പോഴാണെങ്കിലും എനിക്ക് പ്രോപ്പറായിട്ട് ചാർട്ടിന് മുന്നിൽ ഇരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് കറക്റ്റായിട്ട് എൻട്രി ചോദിച്ചാൽ അങ്ങനെ അറിയില്ല. പഠിച്ചത് ഓർമ്മയുണ്ട്, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്നുള്ളത് മാത്രമേ എനിക്ക് പറ്റില്ലായിരുന്നു. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഒരു മാസമായിട്ട് കുറച്ച് ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ്സ് ഒക്കെ വീഡിയോ ചെയ്യുന്നുണ്ട്. പക്ഷേ ട്രേഡിങ്ങിൻ്റെ വീഡിയോ ഞാൻ വിചാരിച്ച് ചാർട്ടിന് മുന്നിൽ ഇരുന്നിട്ട് ചെയ്യാമെന്നാണ്. പക്ഷേ ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോഴും ഞാൻ കംപ്ലീറ്റ്ലി ചാർട്ടിന് മുന്നിൽ ഇരുന്നിട്ട് വീണ്ടും എന്താ പറയുക റിവൈസ് ചെയ്തിട്ട് ചെയ്യണതല്ല. എനിക്ക് ചാർട്ടിന് മുന്നിൽ ഇപ്പോൾ ഇരിക്കാൻ പ്രോപ്പറായിട്ട് സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഇപ്പം ഇന്ന് ചെയ്യുന്ന ഒരു വീഡിയോ എല്ലാം ഞാൻ പ്രൊഫഷണൽ ട്രേഡറായിട്ട് ചെയ്യുന്നില്ല, എല്ലാം പ്രോഫിറ്റ് എടുത്ത് ചെയ്യുന്ന ട്രേഡറായിട്ട് ചെയ്യുന്നതല്ല. പകരം ഒരു ടീച്ചർ നിങ്ങളെ ഞാൻ പഠിപ്പിക്കുന്ന, ഞാൻ പറഞ്ഞിരുന്ന ക്ലാസ്സൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് മനസ്സിലായാലും സന്തോഷം. സോ അതുകൊണ്ട് ആ ഒരു ലെവലിൽ ടീച്ചിങ് എന്നുള്ള രീതിയിൽ മാത്രമാണ് പറയുന്നത്. അപ്പം പറയുകയാണെന്ന് വെച്ചാൽ നോട്ട് എ പ്രൊഫഷണൽ ട്രേഡർ അറ്റ് ദ മൂമെൻറ്റ് ബട്ട് എ ടീച്ചർ. ഗുഡ് ടീച്ചറാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. സോ ആ ലെവലിൽ നിങ്ങൾ കൺസിഡർ ചെയ്യണം. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ എവിടെയാണോ ലാസ്റ്റ് സ്റ്റോപ്പ് ചെയ്ത് അവിടുന്ന് കണ്ടിന്യൂഷൻ ആണ്. നമ്മൾ ലാസ്റ്റ് 8 മാസം മുമ്പ് ലാസ്റ്റ് ഈ SMCയിൽ ചെയ്തത് ചോച്ച് എൻട്രീസിനെ കുറിച്ചായിരുന്നു. ബട്ട് ഇന്നത്തെ വീഡിയോയിൽ 3 ടൈപ്പ് ഓഫ് എൻട്രീസ് ഉണ്ട്. പല രീതിയിലുണ്ട്. ഫ്ലിപ്പ് എൻട്രി ഒക്കെ ഉണ്ട്. ഫ്ലിപ്പ് എൻട്രി മാറ്റി വെച്ചിട്ടുണ്ട്. വേറെ 3 ടൈപ്പ് ഓഫ് എൻട്രീസ് എങ്ങനെയാണ് ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് എടുക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പം ഇത് ഈ സീരീസ് കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാർ, കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. ഇനിയിപ്പോൾ ഞാനിനി പുതുതായിട്ട് എല്ലാം ആദ്യം മുതൽ പറയുന്നില്ല. നമ്മളെല്ലാം കൂടെ പ്ലേലിസ്റ്റിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. SMC V2 സ്മാർട്ട് മണി കോൺസെപ്റ്റ് ഇതൊക്കെ പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. പ്രൈസ് ആക്ഷൻ ഓൾറെഡി വേറെ പ്ലേലിസ്റ്റിലുണ്ട്. സോ ഇതൊക്കെ കണ്ടവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് പല ടേംസും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഇന്നത്തതിൽ ഞാൻ മെയിൻലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ 3 ടൈപ്പ് എന്നാണ് ഇപ്പോൾ കറൻ്റ്ലി പറയുന്നത്. ഒരു 3 ടൈപ്പ് ഓഫ് ലോവർ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് എങ്ങനെ എൻട്രി എടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. അത് പ്രോപ്പറായിട്ട് ചാർട്ടിന് മുന്നിലല്ല, എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിൽ, ഒരു ടീച്ചിങ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. സോ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒന്ന് ചോദിക്കാം. അപ്പോൾ ഞാനിന്ന് എക്സാമ്പിളിന് ഇപ്പം സൊലാനയുടെ ഒരു ചാർട്ടാണ് എടുത്തേക്കുന്നത്. സോ മൊത്തത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ആദ്യം എല്ലാവർക്കും അറിയാം. എന്നാലും ജസ്റ്റ് എല്ലാം ടച്ച് ചെയ്തിട്ട് നമുക്ക് എൻട്രി ലെയിലേക്ക് വരാം. നമ്മൾ സൊലാനയുടെ ചാർട്ടിലേക്ക് പോകുമ്പം സത്യം പറഞ്ഞാൽ നമ്മൾ ആദ്യം ഇപ്പോൾ കറണ്ട് ട്രേഡിങ്ങിൻ്റെ പ്രൈസാണ് നോക്കുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോഴും മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ ഈ ഒരു ഭാഗത്ത് ഇതിൻ്റെ ഇപ്പുറത്തേക്കുള്ളത് ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ്. നിങ്ങൾ ഇത് കൺസിഡർ ചെയ്യേണ്ട. അപ്പം അത് നിങ്ങൾ കൺസിഡർ ചെയ്യരുത്. അതിന് മുമ്പത്തെ കാര്യങ്ങൾ മാത്രം കൺസിഡർ ചെയ്യുക. അതായത് ഈ ഒരു ഈ ഒരു ഭാഗത്ത് മാത്രം നോക്കുക. സോ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഫസ്റ്റ് മാർക്കറ്റിനകത്തോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ നിങ്ങൾ ഫസ്റ്റ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കാണാൻ പറ്റുന്നുണ്ടാവും. കാരണം ഈ ഒരു ലോ, ഈ ഒരു ബോഡിയോടുകൂടി ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തിട്ട് കാണണം. അപ്പോൾ നമുക്ക് ഇവിടെ പെട്ടെന്ന് കാണുമ്പോൾ ഇതൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആണെന്ന് മനസ്സിലാക്കാം. പക്ഷേ ഇത് വാലിഡ് ആണോ വല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം. സോ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ലോ കണ്ടുപിടിക്കാനാണ്. ഇപ്പോൾ നിങ്ങൾ മാർക്കറ്റിലേക്ക് എവിടേക്കാണ് വരുന്നതെങ്കിൽ ഇപ്പോൾ ഒരു ലോ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ലോ ഉണ്ട്, ഇവിടെ ഒരു ഹൈ ഉണ്ട്. മാർക്കറ്റ് എന്താണ് ട്രെൻഡ്? അപ്പ് ട്രെൻഡാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം നോക്കുകയാണ്. ഇതിപ്പോൾ നമുക്ക് ഹൈ ഇതാണ് എന്ന് കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിലും ഹൈയും ലോയും കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻഡ്യൂസ്മെൻറ്റ് എടുക്കണം. ഇൻഡ്യൂസ്മെൻറ്റ് എടുത്താണ് ഒരു അപ്പ് ട്രെൻഡിൽ ഹൈ കൺഫേം ആവണമെന്നുണ്ടെങ്കിൽ ഇൻഡ്യൂസ്മെൻറ്റ് എടുക്കണം. ഒരു ലോവർ ട്രെൻഡിൽ ഡൗൺ ട്രെൻഡിൽ ലോ കൺഫേം ആവണം എന്നുണ്ടെങ്കിൽ അവിടെയും ഒരു ഇൻഡ്യൂസ്മെൻറ്റ് എടുക്കണം. അതായത് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യണം എന്നുള്ള രീതിയിലാണ്. ഞാനിവിടെ ഒരു ഹൈ കൺസിഡർ ചെയ്യുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുൻപ് നിങ്ങൾ കാണാം, ഇതിവിടെ ഒരു വലിയൊരു, ഇതിപ്പം ഗ്രേ ആയിട്ട് കാണുന്നത് ബുള്ളിഷാണ്, ബ്ലാക്ക് ആയിട്ട് കാണുന്നത് ബെയറിഷാണ്. ഞാൻ ക്യാൻഡിൽ കളേഴ്സ് മാറ്റിയേക്കായിരുന്നു. സോ ഇവിടെ ഈ ഒരു ക്യാൻഡിൽ വന്നു, ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തു. അതിന് ശേഷം ഈ ഒരു ലിക്വിഡിറ്റി, ഈ പറഞ്ഞ ഒരു ബിയറിഷ് ക്യാൻഡിലിൽ ലിക്വിഡിറ്റി ഒന്നും കൂടി സൂം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഈ ഒരു ക്യാൻഡിൽ എടുത്തിട്ടുണ്ട്. സോ ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് പുൾ ബാക്ക്. അതായത് ഈ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നതിനേക്കാളും മുൻപുള്ള പുൾ ബാക്ക് ഇതാണ്. സോ ആ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നതിനേക്കാളും മുമ്പുള്ള പുൾ ബാക്കോ ലോ ക്രിയേറ്റ് ചെയ്യുന്നതിനേക്കാളും മുൻപുള്ള പുൾ ബാക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിന് IDM എന്ന് പറയും. സോ ഇവിടെ IDM എടുത്തിട്ടുണ്ടായിരുന്നു.
ആ ഐഡിയം എടുത്ത സെക്കൻഡിൽ നമുക്ക് ഇവിടെ ഹൈ ആണെന്ന് കൺഫേം ചെയ്യാൻ പറ്റി. അപ്പം ഐഡിയം എടുത്തപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ഐഡിയം എടുത്തത് ഈ ഒരു ക്യാൻഡിലാണ്. ഈ ഐഡിയം എടുത്ത സെക്കൻഡിൽ നമുക്ക് മനസ്സിലായി ഓക്കെ ഹൈ കൺഫേം ആയി, ഇതാണ് നമ്മുടെ ഹൈ എന്ന് മനസ്സിലാക്കി. ഇനി നമ്മൾ ലോ കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഹൈ ബോഡിയോടുകൂടി ബ്രേക്ക് ചെയ്യണം. സോ ആ ബോഡിയോടുകൂടി ബ്രേക്ക് ചെയ്ത് നമ്മൾക്ക് ഇവിടെ നോക്കുമ്പോൾ ഈ ഒരു ക്യാൻഡിലാണ് ബോഡിയോടുകൂടി ബ്രേക്ക് ചെയ്തേക്കുന്നത്. സോ നമുക്ക് ഏരിയ കിട്ടിയിട്ടുണ്ട് ഈ ഒരു പെർട്ടിക്കുലർ റീജിയൻ ആണ് ഇപ്പം നമ്മുടെ ട്രേഡിംഗ് സോൺ. ഈ ഒരു ഇതിനകത്തുള്ള നമ്മുടെ സോൺ എന്ന് പറയുന്നത് ഈ ഒരു പെർട്ടിക്കുലർ റീജിയൻ ആണ്. അതായത് ഇത്രയും വരുന്ന ഭാഗമാണ് നമ്മുടെ ഈ ഒരു ട്രേഡിംഗ് റേഞ്ച് എന്ന് പറയുന്നത്. സോ അപ്പം നമുക്ക് ഇവിടെയാണ് ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി ഇതിൻ്റെ ഏറ്റവും ലോവസ്റ്റ് പാർട്ട് ഏതാണോ അതാണ് നമ്മുടെ ലോ. ഇത് ബ്രേക്ക് ചെയ്തപ്പോൾ നമുക്ക് ലോയും കൺഫേം ചെയ്തിട്ട് ഇപ്പം നമ്മൾ ഹൈയും ലോവും കൺഫേം ചെയ്തിട്ടുണ്ട്. ഇനി ഈ ലോ കൺഫേം ചെയ്തു. ഇനി നമുക്ക് ഇവിടെ ഹൈ കിട്ടിയപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ലോ കൺഫേം ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഈ ലോ ഹൈ കിട്ടില്ല ഇനി മാർക്കറ്റ് ഏതുവരെ പോകും എന്ന് നമുക്ക് മനസ്സിലാണ്. ഐഡിയം എടുത്തപ്പോൾ ഹൈ കിട്ടി, ഇനി മാർക്കറ്റ് ഏതുവരെ പോകും എന്ന് നമുക്ക് നോക്കുമ്പോൾ നമ്മളിതിൻ്റെ തൊട്ട് മുന്നിലുള്ള സോൺസ് ഒക്കെ നോക്കും. സോണിൽ നിങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഇവിടെ തന്നെ മനസ്സിലാക്കാൻ പറ്റും. സോൺ എന്ന് പറയുമ്പോൾ നമ്മൾ മുൻപും പറഞ്ഞിട്ടുണ്ട്, ഒരു ക്യാൻഡിൽ വന്നു, ഇപ്പം ഇങ്ങനെ ഒരു ക്യാൻഡിൽ വന്നു, ഇപ്പോൾ ഗ്രീൻ ആയിട്ട് തന്നെ വരയ്ക്കാം. അതിനുശേഷം വീണ്ടും ഒരു ക്യാൻഡിൽ വന്നു, ഈ ഒരു ക്യാൻഡിലിൽ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുണ്ട് വിചാരിക്കുക. അതിനുശേഷം ഒരു മാർക്കറ്റിലേക്ക് ഒരു മേലേക്ക് പോയി, വീണ്ടും ഒരു ക്യാൻഡിൽ മാർക്കറ്റ് മേലേക്ക് പോയി, ഇങ്ങനെയാണ് വിചാരിക്കുക. ഇതിപ്പോൾ റെഡ് ആയിട്ട് നിങ്ങൾ എടുത്തോളൂ. ഇതിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ട് മുൻപത്തെ ക്യാൻഡിൽ, അതായത് ഈ ക്യാൻഡിലിൻ്റെ ലിക്വിഡിറ്റി ഈ ക്യാൻഡിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാൻഡിൽ ലിക്വിഡിറ്റി എടുക്കുകയും ചെയ്തു. ഒന്നാമത്തെ ക്യാൻഡിൽ ഈ ഒരു ക്യാൻഡിലും തമ്മിൽ നമുക്കൊരു ഇംബാലൻസും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇതിവിടെ ഒരു ഇംബാലൻസ് കാണാം, ഈ രണ്ടും തമ്മിലൊരു ഇംബാലൻസ് കാണാം. സോ നമുക്ക് ഇതൊരു പ്രോപ്പർ ഓർഡർ ഒരു സോണായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും, ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നുണ്ട്. നമ്മുടെ മുൻപത്തെ വീഡിയോയിലും പറഞ്ഞിട്ട് ഇതേപോലെ തന്നെയാണ് ബിയറിഷ് ട്രെൻഡിനും വരുന്നത്, സിഗ്നലും ക്യാൻഡിൽ മാത്രം മാറുന്നേ ഉള്ളൂ. സോ നമ്മൾ അങ്ങനത്തെ ഏരിയാസ് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാം. ഈ ഒരു ചാർട്ടിനകത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഏരിയ നമുക്കിവിടെ ഐഡിയം കിട്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ ലോ ഇതാണെന്ന് വിചാരിക്കുക. സോ ഈ ഒരു നമുക്ക് ഈ ഒരു ഭാഗം ഒരു ഇതായിരുന്നു, ഈ ഒരു ലോയും ഈ തൊട്ട് ഈ ഹൈയുടെ ലോ ഇത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇത് നമ്മൾ മാർക്ക് ചെയ്യണം. ഇത് മാർക്ക് ചെയ്യുന്ന സമയത്ത് നോർമലായിട്ട് എടുക്കാം. ഓക്കെ, ഡിസിഷൻ. ഓക്കെ, ഇത് ഞാൻ ചുമ്മാ ഡിസിഷൻ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട, നോർമലായിട്ട് ഒരു സോണായിട്ട് കൺസിഡർ ചെയ്താൽ മതി. നമുക്ക് ഇത് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഒരു സോൺ നമ്മൾ മാർക്ക് ചെയ്തു, കാരണം ഇത് നമുക്ക് ബ്രേക്ക് ചെയ്തു. ഇതും ഈ ഒരു ക്യാൻഡിൽ നമ്മളൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് പക്ഷേ ഇത് നമുക്ക് ഓൾറെഡി മിറ്റിഗേറ്റർ ആണ്, അപ്പോൾ നമ്മൾ അത് കൺസിഡർ ചെയ്യില്ല. നമ്മൾ താഴത്തേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ മാർക്കറ്റ് ഇവിടെയാണ് വന്നേക്കണം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടുന്ന് തട്ടി റീബൗണ്ട് ആയത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഏതെങ്കിലും സോൺ ഉണ്ടോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ, യെസ്, ഈ ഒരു ഭാഗം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഇത്രയും വലിയൊരു ക്യാൻഡിൽ താഴത്തേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു ക്യാൻഡിലിൻ്റെ ലിക്വിഡിറ്റി ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇത് ഇവിടെ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ഇതാണിത്, ഇതിൻ്റെ ലിക്വിഡിറ്റി ഈ ഒരു ക്യാൻഡിൽ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഈ ഒരു ക്യാൻഡിലും ഇനി ഒന്നാമത്തെ ക്യാൻഡിലും മൂന്നാമത്തെ ക്യാൻഡിലും നമ്മൾ ഇംബാലൻസ് ഉണ്ടോ നോക്കും. ഇല്ല, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ നമ്മൾ ഒരേ സ്ഥലത്ത് തന്നെയാണ്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ക്യാൻഡിൽ ഇത് ഇത്രയും ഭാഗം നമുക്ക് ഒറ്റ ക്യാൻഡിലായിട്ട് കൺസിഡർ ചെയ്യണം കേട്ടോ. ഇതൊരു ക്യാൻഡിൽ ചെയ്യുക, ഇതും ഈ രണ്ട് ക്യാൻഡിലും തമ്മിൽ നമുക്കൊരു ഇതില്ല, ഇംബാലൻസ് ഇല്ല. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് തൊട്ടപ്പുറത്തെ ക്യാൻഡിലും ഉണ്ടോ നോക്കാം. ഇത് ഓൾറെഡി ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ഹൈയോ ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല. തൊട്ടപ്പുറത്തെ ക്യാൻഡിലുമായിട്ട് ഉണ്ടോ നോക്കുക, അതായത് ഈ ക്യാൻഡിലുമായിട്ട് ഇംബാലൻസ് ഉണ്ടോ, ഇല്ല. ഈ ക്യാൻഡിലായിട്ട് ഇംബാലൻസ് ഉണ്ടോ, യെസ്, ഇല്ല. ഈ ഇംബാലൻസ് ഉണ്ട്, 1, 2, മൂന്നാമത്തെ ക്യാൻഡിലും ഈ ഒരു ക്യാൻഡിലുമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലിക്വിഡിറ്റി എടുത്ത് കഴിഞ്ഞിട്ടുള്ള ഒരു 3 ക്യാൻഡിൽസ് നിങ്ങൾക്ക് നോക്കാം, 4 ക്യാൻഡിൽസ് നിങ്ങൾക്ക് നോക്കാം. ഈ ലിക്വിഡിറ്റി എടുത്തു, ഈ ക്യാൻഡിലിൽ ലിക്വിഡിറ്റി എടുത്തു, അതിനുശേഷമുള്ളൊരു 4 ക്യാൻഡിലും അത് കഴിഞ്ഞിട്ട് ഫോം ചെയ്യുന്ന ക്യാൻഡിലും നമ്മളൊരു ഇംബാലൻസ് ഉണ്ടോയെന്ന് മനസ്സിലാക്കുക. ഇത് എന്തിനാണ് ഇങ്ങനെ പറയുന്നത്, ഇപ്പം ബൈഹാർട്ടാക്കി പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്കറിയാം ഇവിടെ ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്, അതിനുശേഷം ഈ ലിക്വിഡിറ്റി ഒരു ക്യാൻഡിലും സ്വീപ്പ് ചെയ്തിട്ടില്ല. അടുത്തൊരു ഹൈയിലേക്ക് പോകുന്നതിനേക്കാളും മുമ്പ് നമുക്ക് അവിടെ ഒരു ഇംബാലൻസും കാണാൻ പറ്റിയിട്ടുണ്ട്. ആ ഇംബാലൻസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു ക്യാൻഡിലും നമ്മൾ കാണുന്നത്. ഓഫ് കോഴ്സ് ഇതിൻ്റെ മേലത്തെ ഹൈ എടുത്തിട്ടുണ്ട്, അപ്പോൾ നമുക്ക് ഇതും കൺസിഡർ ചെയ്താലും ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട്. ഈ ഒരു ലിക്വിഡിറ്റി എടുത്തിട്ട് ഈ ഒരു ബുള്ളിഷ് മേലേക്ക് മൂവ്, ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ട് മേലേക്ക് പോകുന്ന ഭാഗത്തേക്ക് ഇവിടെ ഒരു നമുക്ക് എന്താണ് ഇംബാലൻസ് ഉണ്ടായിട്ടുണ്ട്. സോ നമുക്ക് അതായത് 1, 2, 3, 4 ക്യാൻഡിലാണ് നോക്കിയേക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇതാണ് ഇംബാലൻസ് എടുത്ത ക്യാൻഡിൽ, ലിക്വിഡിറ്റി എടുത്ത ക്യാൻഡിൽ എന്നുണ്ടെങ്കിൽ ഈ ലിക്വിഡിറ്റി എടുത്ത ക്യാൻഡിൽ കഴിഞ്ഞ് 1, 2, 3, 4 ക്യാൻഡിൽ വരെ നോക്കാം. 5, 6 ഒന്നും പോകണ്ട, 4 ക്യാൻഡിൽ കഴിഞ്ഞിട്ട് ഒരു റാലി തരുമ്പോൾ അതിനകത്ത് ഇംബാലൻസ് ഉണ്ട് നോക്കുക. സോ തീർച്ചയായിട്ടും ഒരു ഇംബാലൻസ് നമുക്ക് കാണാനുണ്ട്. സോ നമ്മൾ ആ 4 ക്യാൻഡിലും മാർക്ക് ചെയ്തു, താഴത്തേക്ക് കൊണ്ടുപോവാണ്. ഇത്രയും വേണ്ട, ഇതുവരെ ഉള്ളൂ, കാരണം ഇതാണ് നമുക്ക് ഇംബാലൻസ് വരുന്നത്. സോ നമുക്ക് നോക്കുകയാണെങ്കിൽ
നമുക്ക് ഏതാണ് ഇംബാലൻസ് എന്ന ക്യാൻഡിൽ നിന്നാണ് നോക്കുന്നത്. മാർക്കറ്റ് കറക്റ്റായിട്ട് ആ രീതിയിൽ തന്നെയാണ് ടച്ച് ചെയ്തേക്കുന്നത്. അതിന് ശേഷമാണ് പോയേക്കുന്നത്. ഇത് നിങ്ങൾ എല്ലാത്തിലും നോക്കണം. കാരണം ഈ ഒരു ക്യാൻഡിലും ഒന്നാമത്തെ ക്യാൻഡിലും മൂന്നാമത്തെ ക്യാൻഡിലും മാത്രമേ ഉള്ളൂ ഇംബാലൻസ്. വേറെ എവിടെയും പ്രശ്നമില്ല. എല്ലാം ലിക്വിഡിറ്റി ആണ് നോക്കരുത്. ഈ ലിക്വിഡിറ്റി എടുത്ത് കഴിഞ്ഞിട്ടുള്ള ഒരു 4 ക്യാൻഡിലും അത് കഴിഞ്ഞിട്ടുള്ള ക്യാൻഡിൽസിൽ ഏതെങ്കിലും ഇംബാലൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കൺസിഡർ ചെയ്യണം കേട്ടോ. അത് മനസ്സിലാക്കുക. സോ നമുക്കത് മനസ്സിലായി. ഇനി ഇതാണ് നമ്മൾ നോർമലായിട്ട് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഹയർ ടൈം ഫ്രെയിമിലാണ്. അപ്പം ഈ ഒരു സോൺ എന്ന് പറയുന്നത് ഹയർ ടൈം ഫ്രെയിമിലെ ഡിമാൻഡ് സോണാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നതാണ് എൻട്രി മോഡ്യൂൾ. സോ ഇനിയിപ്പോൾ ഞാൻ ഇതിനകത്ത് എൻട്രി 1 മിനിറ്റ് 2 മിനിറ്റ് എടുത്ത് കാണിക്കുന്നില്ല. ഞാൻ നിങ്ങൾക്ക് ഇനി ഇത് ഒരു ചിത്രമൊക്കെ ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. സോ അതിനനുസരിച്ചിട്ട് ഇവിടെ കാണിച്ചു തരാം ഏതൊക്കെ 3 മോഡൽസ് ആണെന്നുള്ളത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഹയർ ടൈം ഫ്രെയിമിൽ ഒരു ഡിമാൻഡ് സോൺ കിട്ടി. ഇതിപ്പോൾ 50 മിനിറ്റ് ആയതുകൊണ്ട് നമ്മൾ നേരെ 1 മിനിറ്റിലേക്ക് പോവുകയാണ്. 1 മിനിറ്റിലേക്ക് പോയി. 1 മിനിറ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ലിക്വിഡിറ്റി നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള സോൺ ഉണ്ടല്ലോ, ആ സോണിൻ്റെ അകത്തേക്ക്, ഐ മീൻ നമ്മൾ ആ ഫോം ചെയ്തിട്ടുള്ള അകത്ത് എവിടെയെങ്കിലും ഈ പറഞ്ഞ ഇതാണ് നമുക്ക് ആ സോൺ കിട്ടിയേക്കുന്നത്. സോ ഈ ഒരു ഭാഗത്ത് എവിടെയെങ്കിലും നമുക്ക് ഈ ഓർഡർ ബ്ലോക്ക്സ് ഉണ്ടോ എന്ന് നോക്കണം. ഓർഡർ ബ്ലോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ ഇംബാലൻസ് എന്നുള്ള രീതിയിൽ ഫസ്റ്റ് കാണിച്ചെന്ന പോലെ ഒന്നാമത്തെ ക്യാൻഡിൽ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ലിക്വിഡിറ്റി എടുത്തു. ഒരു ക്യാൻഡിലിൻ്റെ ലിക്വിഡിറ്റി, ഒരു ക്യാൻഡിൽ ഇത് ഈ ക്യാൻഡിലിൻ്റെ ലിക്വിഡിറ്റി വരച്ച് കാണിച്ചു തരാം. അതായത് ഒരു ക്യാൻഡിൽ ഇങ്ങനെ വന്നു. ഈ ഒരു ക്യാൻഡിൽ ഇതിൻ്റെ ലിക്വിഡിറ്റി എടുത്തു. അത് കഴിഞ്ഞിട്ട് ഒരു ക്യാൻഡിൽ ഫോം ചെയ്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ക്യാൻഡിൽ. അപ്പോൾ ഈ ഒരു ക്യാൻഡിലും ഈ ഒരു ക്യാൻഡിലും തമ്മിൽ ഇംബാലൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഒരു സോണായിട്ട് കൺസിഡർ ചെയ്യും. സോ അങ്ങനെ ഈ മാർക്ക് ചെയ്തിട്ടുള്ള വലിയ 50 മിനിറ്റ് സോണിനകത്ത് നമ്മൾ 1 മിനിറ്റ് ആക്കി എടുത്തിട്ട് ഈ 1 മിനിറ്റിനകത്ത് അങ്ങനെ ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഫോർ എക്സാമ്പിൾ ഇവിടെ ഈ ഒരു ക്യാൻഡിൽ ഉണ്ട്. ഈ ഒരു ക്യാൻഡിൽ ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ക്യാൻഡിൽ, ഇത് പക്ഷേ ഇവിടെ നമുക്ക് കാണാം, നിങ്ങളിവിടെ സൂക്ഷിച്ചാൽ കാണാൻ പറ്റും. ഈ ഒരു ക്യാൻഡിലും നമുക്ക് എടുക്കാം. പക്ഷേ അത് ഓൾറെഡി മിറ്റിഗേറ്റ് ചെയ്തു. കണ്ടു, ഈ ഒരു ക്യാൻഡിൽ മിറ്റിഗേറ്റ് ചെയ്തു. ഇത് ഈ ഏരിയയിൽ മിറ്റിഗേറ്റ് ചെയ്തൊക്കെ എനിക്ക് കറക്റ്റായിട്ട് ചാർട്ടിന് മുന്നിലിരുന്ന് കാണിച്ചു തരാൻ പറ്റുന്നില്ല ഏതാണ് കറക്റ്റായിട്ടെന്നുള്ളത്. പക്ഷേ നിങ്ങൾക്കത് ഞാൻ തിയറിറ്റിക്കലി പറഞ്ഞു തരാൻ പറ്റും. നിങ്ങൾ അസ്യൂം ചെയ്യുക. ഇനിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അസ്യൂം ചെയ്യാനാണ്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് ചാർട്ടിന് മുന്നിലെടുത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ക്ലിയർ ആയിട്ട് ഓരോ ലോവർ ടൈം ഫ്രെയിമിൽ കാണിക്കാം. പക്ഷേ ഇതിനകത്ത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി. ഇപ്പം നിങ്ങൾ ഇവിടെ ഇത് മിറ്റിഗേറ്റഡ് ആയിട്ടില്ല എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഇത് തമ്മിലൊരു ബാലൻസ് വന്നു, അതിനുശേഷം ഈ ഒരു ഏരിയ മിറ്റിഗേറ്റഡ് ആയിട്ടില്ല. ഇനി നമ്മൾ എൻട്രി എടുക്കുന്ന പോർഷൻസ് ആണ് നോക്കുന്നത്. ഇനി പറയണതെല്ലാം ഈ ഒരു ചെറിയ ഭാഗത്തുള്ള കാര്യങ്ങളാണ്. 3 ടൈപ്പ് ഓഫ് എൻട്രീസ് പറയുന്നത് ഈ ഒരു കാര്യത്ത് വരുന്ന, അതായത് മാർക്കറ്റ് ഇങ്ങനെ ഇവിടെ വന്ന് തട്ടുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ എൻട്രി എടുക്കാം എന്നുള്ളതാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ മെത്തേഡ് സിമ്പിളാണ്, എല്ലാവർക്കും അറിയുന്ന പോലെ. ഇത് നമ്മളൊരു സോണ് മാർക്ക് ചെയ്തു. ഈ സോണ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് തിരിച്ച് മേലേക്ക് പോയി. തിരിച്ച് ഈ ഒരു റേഞ്ചിൽ വന്ന് കഴിഞ്ഞ ഉടനെ നമുക്കൊരു എൻട്രി പ്ലേസ് ചെയ്യാം. എൻട്രി പ്ലേസ് ചെയ്തിട്ട് ഇവിടെ നമുക്കൊരു ഓർഡർ വയ്ക്കാം. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് സേഫായിട്ട് ഈ ഒരു ബിഗ്ഗർ ടൈം ഫ്രെയിം, വലിയ ടൈം ഫ്രെയിമിൽ കിട്ടിയിട്ടുള്ള ഹയർ ടൈം ഫ്രെയിമിൽ കിട്ടിയിട്ടുള്ള ആ സോണിൻ്റെ താഴെ വയ്ക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ മേലെ വയ്ക്കാം. സോ കംഫർട്ടബിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ താഴെ വയ്ക്കുകയാണ് നല്ലത്. എന്നിട്ട് നമ്മുടെ അടുത്തൊരു സ്വിംഗ് ഹൈയോ ലോയോ നോക്കിയിട്ട് നമ്മൾ ടാർഗറ്റ് ഫിക്സ് ചെയ്യും. ഇത് നോർമൽ പ്രൊസീജിയറാണ്. ഇത് നമുക്ക് ഒരു പ്രശ്നമില്ലാണ്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിന് നമുക്ക് സക്സസ് റേഷ്യോ കുറവായിരിക്കും. കാരണം ഇവിടെ ചിലപ്പം ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട് വീണ്ടും മാർക്കറ്റ് വരാൻ മാനിപ്പുലേഷൻ ആവും. കാരണം ഇത് ഫസ്റ്റ് ഒരു സോണല്ലേ, ഇതിനകത്ത് ഇനിയും സ്പേസ് ഉണ്ട്. ചിലപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്യും, ഇവിടെ തട്ടി ഇങ്ങനെ പോയി ഇങ്ങനെ വന്ന് ഇവിടെയൊക്കെ വന്ന് ചിലപ്പോൾ ഇവിടെ വന്നിട്ടായിരിക്കും ടച്ച് ചെയ്ത് പോകുന്നുണ്ടാവുക. സോ നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇത് പ്രോബബിലിറ്റി കുറവാണ്. പക്ഷെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സോൺ തന്നെയാണ്. ഇപ്പം ഈ ഒരു കേസിൽ നമുക്ക് കാണാം, ഈ ഒരു സോൺ തട്ടിയിട്ടാണ് പോയേക്കുന്നത്. കണ്ടു, ഇവിടെ നമുക്ക് സോണാണ്, ഈ ഒരു രീതിയിൽ നമുക്ക് സോൺ കിട്ടുന്നത്. ഇതും തമ്മിൽ സോണാണ്. പക്ഷേ ഈ ഒരു രീതി തട്ടി മാർക്കറ്റ് മേലേക്ക് പോവുകയാണ് ചെയ്തേക്കുന്നത്. സോ അങ്ങനെയും നടക്കുന്നുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള സോണിനകത്ത് നമ്മുടെ ക്യാൻഡിൽ വന്ന് ടച്ച് ചെയ്യുന്നു, അപ്പോൾ തന്നെ നമ്മൾ എൻട്രി എടുക്കുന്നു, മേലേക്ക് പോകുന്നവരെ നമ്മൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നു. ഇങ്ങനെയാണ് ഒന്നാമത്തെ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് ചോച്ചാണ്. അതാണ് നമ്മൾ ഈ ലാസ്റ്റ് വീഡിയോയിൽ ചെയ്തേക്കുന്നത്. സോ ഇത് നിങ്ങൾ ഒന്നും കൂടി കണ്ടു നോക്കുക. ഞാനിപ്പോൾ ഒന്നുകൂടി പറയുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്നുകൂടി കണ്ടാൽ മതി. പക്ഷേ ഞാൻ ഒന്നുകൂടി ഇവിടെ പറയാം. ചോച്ച് എന്ന് പറയുന്നത്, ഞാൻ ഈ ഒരു ഏരിയ ഇവിടെ താഴത്തേക്ക് കാണിക്കുകയാണേ, ഈ ഒരു ഏരിയ ആയിട്ട് കാണിക്കണം കേട്ടോ. സോ ഇങ്ങനെ കാണിക്കണം. സോ ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് തട്ടുകയാണ്. ഇപ്പം ഇതാണിപ്പോൾ ഈ ഒരു ഏരിയ നമ്മളിപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ഏരിയയാണ് ഞാനിപ്പോൾ ഇവിടെ ഇതിലേക്ക് കാണിച്ചേക്കുന്നത് വിചാരിക്കുക. നമ്മുടെ മാർക്കറ്റ് എന്ത് ചെയ്യണു, മേലേക്ക് വരികയാണ്, താഴത്തേക്ക് വരികയാണ്. താഴത്തേക്ക് വന്ന് ടച്ച് ചെയ്തോടെ എൻട്രി എടുക്കാൻ പറ്റും. ഫസ്റ്റ് മെത്തേഡാണ്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ടച്ച് ചെയ്തൊന്ന് മാർക്കറ്റ് മേലേക്ക് പോയി ഒരു ചെറിയ രീതിയിൽ കറക്ഷൻ താഴത്തേക്ക് തന്ന് വീണ്ടും മാർക്കറ്റ് ഒന്ന് മേലേക്ക് പോകുമ്പോൾ ഇവിടെ നമുക്ക് ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ഉണ്ടാവും. ലിക്വിഡിറ്റി സ്വീപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ക്യാൻഡിൽ, അതിന് ശേഷം ഒരു ക്യാൻഡിൽ,
ഈ ക്യാൻഡിലിൻ്റെ ലിക്വിഡിറ്റി എടുക്കുക. സോ ആ ഒരു ഭാഗം ഇവിടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിനെ ഇൻഡ്യൂസ്മെൻറ്റ്, ഫസ്റ്റത്തെ പുൾ ബാക്ക് അല്ലേ, ഈ ഒരു ഭാഗത്തുള്ള ഈ ഒരു ഹൈറ്റ് ജനറേറ്റ് ചെയ്യുന്നതിനേക്കാളും മുമ്പുള്ള പുൾ ബാക്ക് ആണ്. സോ ആ പുൾ ബാക്കിലേക്ക് തിരിച്ചു വരുന്നു, ഇത് ഇൻഡ്യൂസ്മെൻറ്റ് എടുത്തു. അപ്പോൾ നമുക്ക് ഇവിടെ ഏതെങ്കിലും ഒരു സോൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എൻട്രി എടുക്കും. അതാണ് ചോച്ച് എൻട്രി. ഇത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്ന് അറിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ചോച്ച് എൻട്രിയുടെ വീഡിയോ തീർച്ചയായിട്ടും കാണുക. ഇത് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് എൻട്രീസ് ആണ്. ഇത് കുറച്ചും കൂടി, ഇത് എൻട്രി മോഡൽ 1 എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ. സോ നിങ്ങൾക്ക് ആ ചോച്ച് എൻട്രീസ് ഒന്നും കൂടി നോക്കാം. അതിന് ശേഷം നമ്മൾ ചെയ്തിട്ടില്ല. സോ ചോച്ച് എൻട്രിയുടെ ഡീറ്റെയിൽ വീഡിയോ നിങ്ങളൊന്നും കൂടി നോക്കുക. മാർക്കറ്റ് തട്ടി മേലേക്ക് പോയി, വീണ്ടും ഒരു കറക്ഷൻ എടുത്തു, വീണ്ടും മേലേക്ക് പോയി, ഐഡിയം എടുത്തു, ഇൻഡ്യൂസ്മെൻറ്റ് എടുത്തിട്ട് നമുക്ക് അടുത്ത ഇൻഡ്യൂസ്മെൻറ്റ് എടുത്തതിന് ശേഷം ഏതാണോ അടുത്ത ക്യാൻഡിൽ ഏതാണോ വരുന്നത്, ഓർഡർ ഏതാണോ വരുന്നത്, അവിടെ നമ്മൾ എൻട്രി എടുക്കണം. ഒബ്വിയസ്ലി ഒന്നുമില്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇവിടെ വെക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ മേലെ വെക്കാം, എന്നിട്ട് പോകും. ഇവിടെ ഇപ്പോൾ ഈ ഭാഗത്ത് വെച്ചാലും നമുക്ക് പ്രോബിലിറ്റി ഉണ്ട്, കാരണം നമ്മൾ ഒരു കൺഫർമേഷൻ എടുത്തതിന് ശേഷമാണ് ട്രേഡിനകത്തേക്ക് കടന്നേക്കുന്നത്. സോ ഇതാണ് രണ്ടാമത്തെ മെത്തേഡ്. ഞാൻ അവിടെ എൻട്രി മോഡൽ 1 എന്ന് 1 കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇനി മൂന്നാമത്തേതാണ് സിംഗിൾ ക്യാൻഡിൽ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും SCOB എന്ന് പറഞ്ഞിട്ടുള്ള ടേം. സോ അതാണ് മൂന്നാമത്തെ മെത്തേഡ്. അത് ഞാൻ ഇവിടെ ഈ ഒരു പോർഷൻ ഇനിയിപ്പോൾ ഇവിടെ ഞാൻ എവിടെയോ വരച്ചിട്ടുണ്ടായിരുന്നേ, നോക്കട്ടെ. യെസ്, 1 മിനിറ്റ് മാറ്റി. ഓക്കെ, ഇങ്ങനെ തന്നെ കാണിക്കാം. അപ്പം നമ്മുടെ ഈ ഒരു ബ്ലാക്കിൽ കാണുന്ന ഏരിയയാണ് ഇതാ, ഈ ഒരു സോണില്ലേ, നിങ്ങൾ ഈ ഒരു ഭാഗം അതായിട്ട് കൺസിഡർ ചെയ്യാം. അതായത് ഇതാണ് ആ സോണെന്ന് വിശ്വസിക്കാം, അസ്യൂം ചെയ്യാണ് ഇവിടെ എല്ലാം. ഇത് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇതാണ് ആ ഏരിയ എന്ന് വിചാരിക്കുക. ഇനി സിംഗിൾ ക്യാൻഡിൽ ഓർഡർ ബ്ലോക്ക് എന്ന് പറഞ്ഞാലും വളരെ സിമ്പിൾ തന്നെയാണ്. ഓക്കെ, കുറച്ച് താഴത്തേക്ക്. ഓക്കെ, ഇങ്ങനെയാണ് വന്നേക്കണത്. ഇപ്പം എന്തായി, ഈ ഒരു ക്യാൻഡിൽ ഇപ്പം നമ്മുടെ ലോവർ ഈ താഴത്തേക്ക് വരികയാണ്, മാർക്കറ്റ് അപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്നു, തിരിച്ചു വരുന്നു, തിരിച്ചു വന്നു, നമ്മുടെ ലോവർ ടൈം ഫ്രെയിമിൽ തിരിച്ചു വന്നു, ഒരു ഡൗൺ ട്രെൻഡ് വന്നു. അതിന് ശേഷം ഈ ഒരു ക്യാൻഡിലിൻ്റെ ലിക്വിഡിറ്റി ഈ ഒരു ക്യാൻഡിൽ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. സ്വീപ്പ് ചെയ്തിട്ട് അടുത്തൊരു ഹൈ തന്നു, വീണ്ടും ഒരു ഹൈ തന്നു, അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ട് ഹൈ തന്നു. ഈ ഒരു ഇതും ഈ ഒരു മൂന്നാമത്തെ ഇംബാലൻസ് നോക്കണ്ട, ഈ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുള്ള ക്യാൻഡിൽ, ആ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുള്ള ക്യാൻഡിൽ മൊത്തം നമ്മൾ മാർക്ക് ചെയ്യുക. ആ ഒരു ഏരിയയ്ക്ക് തിരിച്ച്, ഇതിപ്പം റെഡ് ആണ് കൊടുത്തേക്കുന്നത്, ഇതിപ്പം ഗ്രീൻ ആണെങ്കിലും ഏത് ക്യാൻഡിലാണെങ്കിലും കുഴപ്പമില്ല, ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത ക്യാൻഡിലിൽ തിരിച്ച് മാർക്കറ്റ് വന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എൻട്രി എടുക്കാം. അതാണ് മൂന്നാമത്തെ മെത്തേഡ്, സിംഗിൾ ക്യാൻഡിൽ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. അതായത് ഒറ്റ സിംഗിൾ ക്യാൻഡിലിൻ്റെ ബലത്തിലാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത്. അതായത് ഇനി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മാർക്കറ്റ് ഇങ്ങനെ തന്നെ പോയി, ഇത് ഇവിടുന്ന് ഞാൻ വരച്ച് കാണിക്കാം. മാർക്കറ്റ് ഇതിങ്ങനെ വന്നു, മാർക്കറ്റ് താഴത്തേക്ക് വന്നു, ഇവിടെ തട്ടി മേലേക്ക് പോയി. ഈ മേലേക്ക് പോണ സമയത്ത് ഒന്നും കൂടി താഴത്തേക്ക് വരികയാണ്. ഇവിടെ സിംഗിൾ ക്യാൻഡിൽ ഓർഡർ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കൺഫർമേഷൻ ഇല്ല, ഇവിടെ നമുക്കൊരു സിംഗിൾ ക്യാൻഡിൽ ഓർഡർ ബ്ലോക്കാണ് കിട്ടിയത്. മാർക്കറ്റ് മേലേക്ക് പോണ സമയത്ത് നമുക്ക് ഇവിടെ തൊട്ടപ്പുറത്ത് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുള്ള ക്യാൻഡിൽ, അതായത് ഇതുപോലത്തെ ഒരു ക്യാൻഡിലാണ് കിട്ടിയത് എന്നുണ്ടെങ്കിൽ അതിലേക്ക് വന്നിട്ട് പ്രൈസിൻ്റെ വിക്കോ ഏതെങ്കിലും ഒരു ക്യാൻഡിലിൻ്റെ വിക്കോ വന്ന് തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ എൻട്രി എടുക്കാം. അതായത് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, പ്രീവിയസ് ആയിട്ടുള്ള ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുള്ള ഒരു ക്യാൻഡിലാണിത്. സോ ആ ക്യാൻഡിലിൽ അടുത്തൊരുപാട് ഓർഡേഴ്സ് കിടക്കുന്നുണ്ടാവും. സോ തിരിച്ച് ആ റേഞ്ചിലേക്ക് വരുമ്പം നമ്മൾ എൻട്രി എടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് അപ്പ് ട്രെൻഡിൻ്റെ കേസിൽ. ഇനി ഡൗൺ ട്രെൻഡിൻ്റെ കേസിലും ഇതേ സാധനം തന്നെയാണ്, ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഇതേ സാധനം നിങ്ങൾ ഇവിടെ നോക്കിയാൽ മതി. ഇതാണ് ഇപ്പോൾ സോണെന്ന് വിശ്വസിക്കുക. സോ ഇതാണ് സോണ് എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മേലേക്ക് പോവാണ്, ഒരു ക്യാൻഡിൽ, ഈ ക്യാൻഡിലിൻ്റെ ലിക്വിഡിറ്റി ഇപ്പോൾ ഇത്രയും കൂടി വന്നോട്ടെ, ഈ ക്യാൻഡിലിൻ്റെ ലിക്വിഡിറ്റി ഈ ക്യാൻഡിൽ എടുത്തു. സോ നമുക്ക് മനസ്സിലായി ഈ ഒരു ക്യാൻഡിലാണ് നമ്മുടെ സിംഗിൾ ക്യാൻഡിൽ എന്ന് പറയുന്നത്. ഈ ഒരു ക്യാൻഡിലെ ലിക്വിഡിറ്റി എടുത്ത ക്യാൻഡിൽ ഇതാണ് സിംഗിൾ ക്യാൻഡിൽ. തിരിച്ച് പ്രൈസ് മാർക്കറ്റ് താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇവിടെ ഇങ്ങനെ വന്നു, പ്രൈസ് ഇങ്ങനെ വന്നു. ഇപ്പോൾ ഈ ക്യാൻഡിൽ ലിക്വിഡിറ്റി എടുത്തു, താഴത്തേക്ക് വന്നോട്ടെ, തിരിച്ച് ഈ ക്യാൻഡിലെ റേഞ്ചിൽ വന്നാൽ തന്നെ നമുക്ക് എൻട്രി എടുക്കാം എന്നാണ് പറയണത്. ഇതേ സാധനം ഇവിടെ ഒന്നും കൂടി വരച്ച് കാണിക്കുകയാണെങ്കിൽ മാർക്കറ്റ് താഴത്തേക്ക് വന്നു, ഈ ലിക്വിഡിറ്റി എടുത്ത ക്യാൻഡിലാണ് ഈ ലാസ്റ്റത്തെ. അത് കഴിഞ്ഞ് മാർക്കറ്റ് മേലേക്ക് പോയി തിരിച്ച് ലിക്വിഡിറ്റി എടുത്ത ക്യാൻഡിലിൻ്റെ അവിടേക്ക് വന്നാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് ഇവിടെ എൻട്രി എടുക്കാം. ഇത് നമുക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കാം, ഇവിടെ ടാർഗറ്റ് വയ്ക്കാം. അതുപോലെ ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് താഴത്തേക്ക് ടാർഗറ്റ് വയ്ക്കാം. സോ ഇങ്ങനെയാണ് മൂന്നാമത്തെ എൻട്രി മോഡൽ എന്ന് പറയുന്നത്. സോ ഈ 3 എൻട്രി മോഡലും എത്രത്തോളം ഈസിയാണ്, സിമ്പിളാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒരു വട്ടം കൂടി കാണാം. എന്നിട്ടും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ടെലിഗ്രാമിൽ വന്ന് ചോദിക്കുക. രണ്ടാമത്തേത് ഡീറ്റെയിൽ ആയിട്ട് ഞാനിവിടെ ചോച്ച് എൻട്രി എന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് സിംഗിൾ ക്യാൻഡിൽ ഓർഡർ ബ്ലോക്കിന് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ ആ സമയത്ത് ഞാൻ സമയം എടുക്കും, കാരണം ഞാൻ ചാട്ടിന് മുന്നിൽ ഇരുന്ന് ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്ത്
എന്നിട്ടൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഞാൻ ചാറ്റിനുള്ളിൽ എനിക്ക് ഇരിക്കാൻ ഇപ്പോഴും സമയം കിട്ടിയിട്ടില്ല. ബട്ട് എങ്ങനെയാണെന്ന് നിങ്ങളിപ്പം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലായി. കാരണം ഇപ്പോഴും നമ്മുടെ ഗ്രൂപ്പിനകത്ത് ആൾക്കാർ ജോയിൻ ചെയ്യുന്നുണ്ട് പഴയ വീഡിയോസ് കണ്ടിട്ട്. സോ അവർക്കൊരു കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ വീണ്ടും ചെയ്തത്. സോ ഇത്രയേ ഉള്ളൂ. ഹോപ്പ്ഫുള്ളി ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നുണ്ട്. യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതലും ഇനി നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ ഉടൻ തന്നെ നല്ല നല്ല വീഡിയോസ് ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്.